പാലായിൽ ലണ്ടൻ ബ്രിഡ്ജിനോട് ചേർന്ന് തൂക്കുപാലം നിർമ്മിക്കാനുള്ള നഗരസഭയുടെ പദ്ധതിക്കെതിരെയുള്ള ഇടതുമുന്നണിയുടെയും മാണി ഗ്രൂപ്പിൻ്റെയും നിലപാടുകൾ യഥാർത്ഥ വികസനം മുടക്കികൾ ആരെന്ന് വ്യക്തമാക്കുന്നതായി മാണി സി കാപ്പൻ MLA പറഞ്ഞു. റിവർവി റോഡിനെയും തോണിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം പദ്ധതി കഴിഞ്ഞ ദിവസം UDF നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണസമിതി മുന്നോട്ട് വച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ എതിർപ്പാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഇടതുമുന്നണിയും ഉയർത്തുന്നത്. ഭരണപക്ഷത്തിരുന്നപ്പോൾ ഒരു വികസന പ്രവർത്തനവും നടത്താതെ നഗരസഭയെ പിന്നോട്ടടിച്ചവർ പ്രതിപക്ഷത്തായതോടെ വികസനം മുടക്കാനുള്ള തത്രപ്പാടിലാണെന്നും അത് ഇവിടെ നടക്കില്ലെന്നും MLA മുന്നറിയിപ്പ് നൽകി. 5 കൊല്ലം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിലൊരു മണ്ടൻ ബ്രിഡ്ജാണ്. ഈ 5 വർഷം കൊണ്ട് ഈ പാലായിലെ ഒരു ജനങ്ങൾക്കെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് മുനിസിപ്പാലിറ്റി അതിനെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ആ ബ്രിഡ്ജ് എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് തോണിക്കടവ് ഭാഗത്തേക്ക് കൊണ്ടുപോകാനും ഇവിടെ പാർക്കിംഗ് ഇല്ലെന്ന് ഓർക്കണം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ പാർക്കിംഗ് ഇല്ല. അങ്ങേ സൈഡിൽ പാർക്കിംഗ് കൂടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഷോപ്സ് വരും, റെസ്റ്റോറൻറ്റ് വരും. ഇത് പ്രയോജനകരമായ രീതിയിൽ മുമ്പോട്ട് നോക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവരുടെ സ്ഥിരം പരിപാടി ഇതാണ്. കിഴതറിയൂർ പള്ളി മുതൽ കൊട്ടാരമറ്റം വരെയുള്ള ഭാഗത്തെ വികസനം ഇതാണ് പാലാ മോഡൽ വികസനം. ഈ പാലാ മോഡൽ വികസനം ദയവ് ചെയ്ത് കേരളത്തിലെ 130 MLAമാരുണ്ടെങ്കിൽ ഒരു അങ്ങനത്തെ വികസനം പാടില്ല. ഇട്ടാവട്ടത്തിനകത്തു നിന്നുള്ള വികസനം ആ തൊടുപുഴ ഒന്ന് പോയി കണ്ടുപോയിക്കുക. എത്ര ഭംഗിയായിരിക്കുന്നു, നഗരമായില്ലേ. ഞാൻ ആകെ പാലായിൽ കാര്യമായി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ബഡ്ജറ്റിൽ 4 കോടി രൂപ KSRTC ബസ് സ്റ്റാൻഡ് പുനരുദ്ധാരണത്തിന് വേണ്ടിയും MLA ഫണ്ടിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണിയാൻ ഒരു 3 കോടി രൂപയും കൊടുത്തിട്ടുണ്ട്. ബാക്കി റോഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ടൗണിൽ കുറേ കെട്ടിടങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് ആയില്ല. നഗരം പാലാ പട്ടണം എന്നുള്ളത് പാലാ നഗരമായി മാറണം. ഇപ്പോൾ തൊടുപുഴ ശ്രദ്ധിച്ച് നോക്കി, നഗരമായില്ലേ. പണ്ട് വെറും ഒരു ഗ്രാമമായിരുന്നു തൊടുപുഴ, ഒരിക്കലും ഇവിടെ പട്ടണമായിരുന്നു പാലാ. ഇന്ന് ആ സ്ഥിതി തന്നെ തുടരുകയല്ലേ. കുറേ പണക്കാർ ഇവിടെ വന്ന് കുറേ കാശുകൊണ്ട് കുറേ കെട്ടിടങ്ങൾ കൊടുത്തു. സർക്കാരിൻ്റെ വക പ്രസ്ഥാനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ നിയോജകമണ്ഡലം വികസിക്കൂ. ഇപ്പം നിങ്ങൾ ഇല്ലിക്കല്ല്, ഇരുവിഴ, പൂഞ്ചിറയും മലയോര മേഖലയൊക്കെ പോയി നോക്കിയേ. നല്ല ഒന്നാന്തരം BMNBC ലെവലിൽ ടാറിങ് ചെയ്ത ടിപ്പ് ടോപ്പ് റോഡുകളായി. 1 ലക്ഷം രൂപ ഏക്കറിന് വിലയുണ്ടായിരുന്നത് ഇപ്പോൾ 1 കോടി രൂപ ആയിട്ടുണ്ട്. ജനം രക്ഷപ്പെട്ടിരുന്നേ. ഇപ്പോൾ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നു, ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കല്ലും. ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. എക്സാജറേഷൻ അല്ല. മലപ്പുറം, വടകര, കോഴിക്കോട് ആ ഭാഗത്തുനിന്ന്. കാരണം സൂര്യോദയവും സൂര്യാസ്തമയവും അവിടെ കാണാൻ പറ്റും. മറ്റെല്ലാവരും കന്യാകുമാരി പോകണം. അപ്പോൾ ഇത് കാണാൻ കഴിയാവുന്നതുകൊണ്ട് ജനം വരുന്നത്. പക്ഷേ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഒരു ഗവൺമെൻറ്റിനുണ്ട്. പല പ്രാവശ്യം അസംബ്ലിയിൽ ആവശ്യപ്പെടുകയും മന്ത്രിക്ക് എഴുതി കൊടുക്കുകയും ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ല. വാഗമണ്ണെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡൂടെ വന്നാൽ പാലയുടെ ടൂറിസം മുഖച്ചിത്രം തന്നെ മാറും. ഇത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരും. ഈ 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും 3000 അടി ഹൈറ്റ്, നല്ല ഒന്നാം തരം തണുപ്പ്, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ അതിൽ മെയ് 20 കഴിയുമ്പം പുതിയ ഗവൺമെൻറ് വരുമ്പം പാലായിലൊരു വികസന മാറ്റം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും അടുത്ത ഗവൺമെൻറ് UDFൻ്റെ ആണെന്നുള്ള ഉറപ്പാണല്ലോ. അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഇത് നഗരസഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതിനാവശ്യമായ ഫണ്ടും ഗവൺമെൻറ് കൊടുക്കും, ഇല്ലെങ്കിൽ ഇവിടുന്ന് ജയിക്കുന്ന MLA കൊടുക്കും. ജനക്ഷേമവും വികസനവും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് UDF അധികാരത്തിലെത്തിയതെന്നും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഭരണസമിതിക്കുണ്ടെന്നും അതിന് പരിപൂർണ പിന്തുണ നൽകുമെന്നും MLA അറിയിച്ചു. ശാസ്ത്രീയ പഠനമടക്കം നടത്തി ധനസ്രോതസ്സുകൾ കൃത്യമായി കണ്ടെത്തിയ ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നും അതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി 2026-27 സാമ്പത്തിക വർഷത്തെ നഗരസഭയുടെ ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കിയതാണ്. ഇതിനു പിന്നാലെ ശാസ്ത്രീയ പഠനം നടത്തണമെന്നും പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പ്രഹസനമാണ്. സംസ്ഥാന ബജറ്റിൽ 1 രൂപ വകയിരുത്തുന്ന ലോക്കൽ പദ്ധതികളുടെ പേരിൽ നേതാവിന് അഭിവാദ്യമർപ്പിച്ച് ബോർഡ് വെക്കുന്നവരാണ് ഇത്തരം പ്രഹസനം നടത്തുന്നതെന്നും MLA ചൂണ്ടിക്കാട്ടി. ഇത്രയും കാലം ഭരിച്ചു മുടിച്ചു, മുനിസിപ്പാലിറ്റി ഒരു പരുവത്തിലാക്കി വെച്ചു. ഇനി നല്ല നിലയിൽ പ്രവർത്തിക്കണം. ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സണെ കിട്ടി. അതിനൊരു അഭിമാനം കണ്ടുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തുചേർന്ന് കൈചേരുകയാണ് വേണ്ടി വെച്ചു. മാണി സാറ് ഇവിടുന്ന് ജയിച്ചപ്പെടുന്നത് ഞാനൊരു പരാതിയോ ഒരു കാര്യത്തിനും അദ്ദേഹം പ്രവർത്തിച്ച ഒരു കാര്യത്തിന് തടസ്സമായിട്ട് വന്നിട്ടില്ല. ഇപ്പം ഞാനൊരു വികസന രേഖ പുറത്തിറക്കുകയാണ്. 24-ാം തീയതി VDC ദിവസം വരുമ്പോൾ 6 പേജുള്ളൊരു പത്രം. അതിനകത്ത് ഇവിടെ നടത്തിപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 202 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. എന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയാം. ശരിയായി പഠനത്തെ കൊണ്ടൊന്നും പണിതില്ല. ഇവിടെ ഗവൺമെൻറ് സ്കൂൾ പണിതിട്ടുണ്ട്, മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന് കിഫ്ബിയ കാശ് കൊടുത്ത്. പക്ഷേ ഒരു ഗേറ്റ് അവിടെയുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. KM മാണി MLAയുടെ ആസ്തി വികസന 2018-19 ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണിത്
പുറത്തുനിന്ന് വരുന്നൊരു മനുഷ്യനാണ് ഞാൻ വിശ്വസിക്കും. ഓ പാവം, ഇത്രയും നല്ലൊരു പള്ളിക്കൂടം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്, ഗേറ്റാണ് പണിത്, ഇത് കൂട്ടുപണിയാപ്പിൽ നടത്തുന്നത്. അത് അദ്ദേഹം പണിതല്ല ഗേറ്റ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പണിതാണ്. ഇതിനും മാറ്റം ഉണ്ടായേ പറ്റൂ, മാറിയേ തീരൂ. കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രതിപക്ഷ MLA ആയ താൻ വിഭാവനം ചെയ്ത നിരവധി പദ്ധതികളാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും അധികാരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് മുടക്കിയതെന്നും സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുന്നതോടെ പാലാ നിയോജക മണ്ഡലത്തിൽ എമ്പാടും വികസന കുതിപ്പുണ്ടാകുമെന്നും MLA വ്യക്തമാക്കി. തന്നെ പരാജയപ്പെടുത്തിയതിന് പാലായിലെ ജനങ്ങളോട് കഴിഞ്ഞ 5 വർഷവും പകരം വീട്ടിയ ജോസ് കെ മാണിയും കൂട്ടരും ഇത്തവണ വോട്ട് തേടിയെത്തിയാൽ പാലാക്കാർ വീണ്ടും പാഠം പഠിപ്പിക്കാൻ കാത്തിരിക്കുകയാണെന്നും മാണി സി കാപ്പൻ മുന്നറിയിപ്പ് നൽകി.